എല്ലാവർക്കും നമസ്കാരം. ഈ പ്രപഞ്ചത്തിന്റെ ഏറ്റവും അടിസ്ഥാനതരമായ രഹസ്യങ്ങളില്ലേ, അത് കണ്ടുപിടിക്കാൻ നമ്മളെ സഹായിക്കുന്ന ചില ഭീമാകാരമായ യന്ത്രങ്ങളെപ്പറ്റിയാണ് നമ്മളിന്ന് സംസാരിക്കാൻ പോകുന്നത്. അപ്പോ നമുക്ക് നേരെ വിഷയത്തിലേക്ക് കടക്കാം. ഒരു ആറ്റത്തിനേക്കാളും ചെറിയൊരു സാധനം അതെങ്ങനെ കാണാൻ പറ്റും അല്ലേ? ഒരു സാധാരണ മൈക്രോസ്കോപ്പ് വെച്ച് ഒരു കോശത്തേക്ക് കാണാം, ശരിയാണ്. പക്ഷെ അതിലും എത്രയോ ചെറുതല്ലേ ഒരു ആറ്റം. അതിനേക്കാളും ചെറിയൊന്നിനെ കാണാൻ സാധാരണ മൈക്രോസ്കോപ്പ് ഒന്നും പോരാ. അതിനു വേറെ തന്നെ തികച്ചും വ്യത്യസ്തമായ ഒരു വഴി വേണം. ഈ കാണാൻ പോലും പറ്റാത്ത അത്രയും ചെറിയ കാര്യങ്ങളെ നമ്മുടെ ശാസ്ത്രജ്ഞർ എങ്ങനെയാണ് കണ്ടുപിടിച്ചത്, അല്ലെങ്കിൽ ദൃശ്യമാക്കിയത്? നമുക്കൊന്ന് നോക്കിയാലോ? ഇതൊന്ന് മനസ്സിലാക്കാന് ഒരു സിമ്പിൾ ഉദാഹരണം പറയാം. നല്ല കട്ടിയുള്ള ഒരു മാർക്കർ പേന വെച്ചിട്ട് നമുക്ക് വളരെ സൂക്ഷ്മമായ ഒരു ചിത്രം വരയ്ക്കാൻ പറ്റുമോ? ഇല്ലല്ലോ. അതിന് നല്ല നേർത്ത മുനയുള്ള ഒരു പേന തന്നെ വേണം. ഏകദേശം അതുപോലെ തന്നെയാണിവിടെയും. വളരെ ചെറിയൊരു വസ്തുവിനെ കാണണമെങ്കിൽ അതിനേക്കാളും ചെറിയ തരംഗദൈർഘ്യമുള്ള ഒരു ഉപകരണം വേണം. ഈ തരംഗദൈർഘ്യം, അതാണ് നമ്മുടെ ഉപകരണത്തിന്റെ മൂർച്ച അല്ലെങ്കിൽ സൂക്ഷ്മത തീരുമാനിക്കുന്നത്. ഒരു ആറ്റത്തിന്റെ ന്യൂക്ലിയസ് കാണണമെങ്കിൽ നമുക്ക് വേണ്ട തരംഗദൈർഘ്യം 10 ഫെംറ്റോമീറ്ററിലും താഴെയായിരിക്കണം. ഈ ഫെംറ്റോമീറ്റർ എന്ന് പറഞ്ഞാൽ എത്ര ചെറുതാണെന്നറിയാമോ? 1 മീറ്ററിനെ 1 ശേഷം 14 പൂജ്യങ്ങളുള്ള ഒരു സംഖ്യ കൊണ്ട് ഹരിച്ചാൽ കിട്ടുന്ന അത്രയും ചെറുത് സങ്കൽപ്പിക്കാൻ പറ്റുന്നുണ്ടോ? ഇത്രയും സൂക്ഷ്മമായ കാഴ്ചയ്ക്ക് നമുക്ക് വേണ്ട ആ പേനയാണ് ഉയർന്ന ഊർജ്ജമുള്ള ഇലക്ട്രോണുകൾ. നമ്മുടെ ഈ അന്വേഷണത്തിലെ ഹീറോ എന്ന് പറയുന്നത് ഇലക്ട്രോണാണ്. പക്ഷെ ഒരു പ്രശ്നമുണ്ട്. ഈ ഇലക്ട്രോണിനെ ഉപയോഗിക്കാൻ ശ്രമിച്ചപ്പോൾ ശാസ്ത്രജ്ഞർക്കൊരു പ്രത്യേക വെല്ലുവിളി നേരിടേണ്ടി വന്നു. എന്തായിരുന്നു അതെന്ന് നോക്കാം. ഇവിടെയാണ് ശരിക്കുള്ള പ്രശ്നം വരുന്നത്. ഭാരമുള്ള കണങ്ങളെ അപേക്ഷിച്ചു നോക്കുമ്പോൾ ഇലക്ട്രോണുകൾക്ക് പിണ്ഡം അല്ലെങ്കിൽ മാസ് വളരെ കുറവാണ്. അതുകൊണ്ട് തന്നെ ചെറിയൊരു ഊർജ്ജം കൊടുത്താൽ മതി, അവ ഏതാണ്ട് പ്രകാശവേഗത്തിലെത്തും. ഇതിനെയാണ് നമ്മൾ റിലേറ്റിവിസ്റ്റിക് ആവുക എന്ന് പറയുന്നത്. ഇങ്ങനെ സംഭവിക്കുമ്പോൾ ഒരു പ്രശ്നമുണ്ട്. ഐൻസ്റ്റീന്റെ സിദ്ധാന്തമനുസരിച്ച് അവയുടെ പിണ്ഡം കൂടുന്നതായി നമുക്ക് തോന്നും. അതുകൊണ്ട് തന്നെ അവയെ ഇനിയും വേഗത്തിലാക്കാൻ സാധാരണ രീതികൾ പോരാ, കുറച്ചുകൂടി സങ്കീർണമായ എഞ്ചിനീയറിംഗ് തന്നെ വേണ്ടിവരും. ഇലക്ട്രോണിന്റെ ഈ ഒരു പ്രത്യേക പ്രശ്നം മറികടക്കാൻ വേണ്ടി ശാസ്ത്രജ്ഞർ 3 തരം യന്ത്രങ്ങൾ വികസിപ്പിച്ചെടുത്തു. ഒരേ ലക്ഷ്യത്തിലേക്കുള്ള 3 വഴികൾ. നമുക്ക് ഓരോന്നായിട്ട് നോക്കാം. അതിലൊന്നാണ് ബീറ്റാട്രോൺ. ഇലക്ട്രോണുകളെ ആക്സിലറേറ്റ് ചെയ്യാൻ, അതായത് അവയുടെ വേഗത കൂട്ടാൻ ശാസ്ത്രജ്ഞർ ഉപയോഗിച്ച ആദ്യകാല ഉപകരണങ്ങളിൽ ഒന്നാണിത്. ഇത് ശരിക്കും ഇലക്ട്രോണുകൾക്ക് വേണ്ടി മാത്രമുണ്ടാക്കിയ ഒന്നായിരുന്നു. അടുത്തതാണ് ഇലക്ട്രോൺ സിൻക്രോട്രോൺ. ഇതിന്റെ പ്രവർത്തനം കുറച്ചുകൂടി വ്യത്യസ്തമാണ്. ഇലക്ട്രോണുകളെ ഒരു വലിയ വട്ടത്തിലുള്ള ട്രാക്കിലൂടെ ഇങ്ങനെ കറക്കി വളരെ ഉയർന്ന ഊർജ്ജത്തിലേക്ക് എത്തിക്കാൻ വേണ്ടിയാണ് ഇത് ഡിസൈൻ ചെയ്തിരിക്കുന്നത്. ഇനി മൂന്നാമത്തെ തരം, ഇലക്ട്രോൺ ലീനിയർ ആക്സിലറേറ്റർ. ഇതിന്റെ പേര് സൂചിപ്പിക്കുന്നത് പോലെ തന്നെ ഇലക്ട്രോണുകളെ ഒരു നേർരേഖയിലൂടെയാണ് ഇത് ആക്സിലറേറ്റ് ചെയ്യുന്നത്. ചുരുക്കത്തിൽ ലിനാക് എന്നു പറയും. കാഴ്ചയിൽ സിമ്പിൾ ആണെന്ന് തോന്നുമെങ്കിലും ഇത് വളരെ പവർഫുൾ ആയിട്ടുള്ള ഒരു മെഷീനാണ്. ഇതാണ് ആ 3 പ്രധാനപ്പെട്ട മെഷീനുകൾ: ബീറ്റാട്രോൺ, സിൻക്രോട്രോൺ, പിന്നെ ലീനിയർ ആക്സിലറേറ്റർ. കണ്ടില്ലേ? ഒരേ ലക്ഷ്യം, പക്ഷേ അതിലേക്കെത്താൻ 3 വ്യത്യസ്ത വഴികൾ. ഓരോന്നിനും അതിൻ്റേതായ ഗുണങ്ങളും പ്രത്യേകതകളുമുണ്ട്. ഇനി നമുക്ക് തിയറിയിൽ നിന്ന് മാറി ഒരു റിയൽ വേൾഡ് എക്സാമ്പിൾ നോക്കിയാലോ? ഈ പറഞ്ഞ യന്ത്രങ്ങളിലൊന്നുപയോഗിച്ച് ശാസ്ത്രജ്ഞരെങ്ങനെയാണ് അവിശ്വസനീയമായ കാര്യങ്ങൾ കണ്ടുപിടിക്കുന്നതെന്ന് നമുക്ക് നേരിട്ട് കാണാം. നമ്മൾ പോകുന്നത് സ്റ്റാൻഫോർഡ് ലീനിയർ ആക്സിലറേറ്റർ സെന്ററിലേക്കാണ്. ചുരുക്കപ്പേരിൽ SLAC എന്നറിയപ്പെടും. നമ്മൾ നേരത്തെ പറഞ്ഞില്ലേ, ലീനിയർ ആക്സിലറേറ്റർ? അതിന്റെ ഒരു ഭീമാകാരൻ പതിപ്പാണിത്. ഈ SLACന്റെ പവർ എത്രത്തോളം ഉണ്ടെന്നറിയണ്ടേ? സാധാരണയായി അവിടുത്തെ ഇലക്ട്രോൺ ബീമുകൾക്ക് 100 മെഗാ ഇലക്ട്രോൺ വോൾട്ട് മുതൽ 1 ഗിഗാ ഇലക്ട്രോൺ വോൾട്ട് വരെ ഊർജ്ജമുണ്ടാകും. ഒരു ന്യൂക്ലിയസിന്റെ ഉള്ളിലേക്ക് തുളച്ചു കയറാൻ വേണ്ടതിനേക്കാൾ എത്രയോ അധികമാണിത്. അത്രയ്ക്ക് പവർഫുള്ളാണ്. അവിടെ ഈ പരീക്ഷണം എങ്ങനെയാണ് നടക്കുന്നതെന്ന് നമുക്ക് സ്റ്റെപ്പ് ബൈ സ്റ്റെപ്പായി നോക്കാം. ഒന്നാമത്തെ ഘട്ടം, ഒരു ചൂടുള്ള ഫിലമെന്റിൽ നിന്ന് ഇലക്ട്രോണുകളെ ഉണ്ടാക്കിയെടുക്കുന്നു. രണ്ടാമത്തെ ഘട്ടത്തിൽ ആ ലീനിയർ ആക്സിലറേറ്റർ ഈ ഇലക്ട്രോണുകളെ ഏതാണ്ട് പ്രകാശത്തിന്റെ വേഗതയിലേക്ക് എത്തിക്കുന്നു. ഇനി മൂന്നാമത്തെ ഘട്ടം, ഏറ്റവും പ്രധാനം. അതിവേഗത്തിൽ വരുന്ന ഈ ഇലക്ട്രോൺ ബീമിനെ ഒരു ന്യൂക്ലിയസ് പോലെയുള്ള ലക്ഷ്യത്തിലേക്ക് കൊണ്ടുപോയി ഇടിക്കുന്നു. ഒരു കൂട്ടിയിടി. ഇനി നാലാമത്തെയും അവസാനത്തെയും ഘട്ടം. ഈ ഇടിക്ക് ശേഷം ഇലക്ട്രോണുകൾ പല ദിശകളിലേക്ക് ചിതറിത്തൊരിക്കുമല്ലോ.
അവ എങ്ങനെയാണ് ചിതറുന്നതെന്ന് ശാസ്ത്രജ്ഞർ പഠിക്കും. ആ ഡേറ്റ വെച്ച് അവർക്ക് ആ ന്യൂക്ലിയസിന്റെ ഒരു മാപ്പ് പോലെ വരച്ചെടുക്കാൻ പറ്റും. അപ്പോ അദൃശ്യമായതിനെ ഇങ്ങനെയാണ് അവർ കാണുന്നത്. അപ്പോ ഇത്രയും സങ്കീർണമായ ഭീമാകാരമായ ഈ യന്ത്രങ്ങളൊക്കെ എന്തിനു വേണ്ടിയാണ്? ഇതിന്റെയൊക്കെ പ്രാധാന്യം എന്താണ്? ശാസ്ത്രത്തിന്റെ ആ വലിയ ക്യാൻവാസില് ഇതിന്റെ സ്ഥാനം എവിടെയാണെന്ന് നമുക്ക് നോക്കാം. അപ്പോ നമ്മൾ ഇതുവരെ സംസാരിച്ച കാര്യങ്ങൾ ഒന്നോടിച്ചു നോക്കാം. ഒന്നാമതായി, ന്യൂക്ലിയസ് പോലെ വളരെ ചെറിയ വസ്തുക്കളെ കാണണമെങ്കിൽ നമുക്ക് വളരെ ചെറിയ തരംഗദൈർഘ്യമുള്ള ഒരു പ്രോബ് വേണം. രണ്ടാമത്തെ കാര്യം, ഇലക്ട്രോണുകൾ ഇതിന് ഏറ്റവും മികച്ച ഒന്നാണ്. പക്ഷേ അവയുടെ ഭാരം കുറവായതുകൊണ്ട് വളരെ പെട്ടെന്നവ റിലേറ്റിവിസ്റ്റിക് ആകും. അതൊരു വെല്ലുവിളിയാണ്. ഈ പ്രശ്നം പരിഹരിക്കാനാണ് ബീറ്റാട്രോൺ, സിങ്ക്രോട്രോൺ, ലിനാക് പോലുള്ള സ്പെഷ്യൽ മെഷീനുകൾ ശാസ്ത്രജ്ഞരുണ്ടാക്കിയത്. അവസാനം, SLAC പോലുള്ള സ്ഥാപനങ്ങൾ ഈ ടെക്നോളജി ഉപയോഗിച്ചാണ് ദ്രവ്യത്തിന്റെ, അതായത് മാറ്ററിന്റെ ഏറ്റവും അടിസ്ഥാനപരമായ ഘടനയെക്കുറിച്ച് പഠിക്കുന്നത്. ഈ പറഞ്ഞ മെഷീനുകളൊക്കെ ഒരു ന്യൂക്ലിയസിന്റെ ഉള്ളിലെ രഹസ്യങ്ങൾ വരെ നമുക്ക് കാണിച്ചു തന്നു. അത് നമ്മുടെ അറിവിന്റെ അതിരുകൾ ഒരുപാട് മുന്നോട്ട് കൊണ്ടുപോയി. പക്ഷെ ശാസ്ത്രം ഒരിക്കലും ഒരിടത്ത് നിൽക്കുന്നില്ലല്ലോ, അതൊരു യാത്രയാണ്. അപ്പോ അടുത്ത തലമുറയിൽ വരാൻ പോകുന്ന ഇതിനേക്കാളൊക്കെ എത്രയോ ശക്തമായ ആക്സിലറേറ്ററുകൾ, പ്രപഞ്ചത്തിന്റെ ഏതൊക്കെ പുതിയ രഹസ്യങ്ങളായിരിക്കും നമുക്ക് മുന്നിൽ തുറന്നു തരാൻ പോകുന്നത്? അത് കാത്തിരുന്ന് തന്നെ കാണണം.